കേട്ടോ. സൂചാകൃതിയായി ആയുസ് രേഖ മുക്കുണ്ട്. 85 വയസ്സ് വരെ ആയുസുണ്ട്. ബുദ്ധി അല്പബുദ്ധി, അരണേൻ്റെ ബുദ്ധിയാ. വേണ്ടടുത്ത് ബുദ്ധിയില്ല, വേണ്ടാത്തടുത്തേ ഉള്ളൂ. ഹൃദയത്തിൽ ഒരാളെ പറ്റിക്കണം, തോപ്പിക്കണം, വഞ്ചിക്കണം എന്നുള്ള അഭിപ്രായക്കാരിയല്ല കേട്ടോ. ഭാഗ്യരേഖയൊക്കെ ഉണ്ട്. ഇപ്പം എത്ര വയസ്സായി? 30 വയസ്സ് കഴിയണം. 27, 30, 27ൻ്റെ മേൽപോട്ട് വിജയിക്കേണ്ടതാ. ശേഷം കഴിയേണ്ട ഭാഗ്യം മോക്ക് 30 വയസ്സിന് മേൽപോട്ടാ. 35ൻ്റെ ഉള്ളിൽ തന്നെ സ്വന്തം ഭവനത്തിൽ ഇരിക്കേണ്ട യോഗമൊക്കെ ഉണ്ട് കേട്ടോ. വീടായോ സ്വന്തമായിട്ട്? ഇപ്പാവും. ശരിയാ, 35ആമത്തേക്ക് വീടാവും. ബുദ്ധി അല്പബുദ്ധി, അരണേൻ്റെ ബുദ്ധിയാ. വേണ്ടടുത്ത് ബുദ്ധിയില്ല, വേണ്ടാത്തടുത്തേ ഉള്ളൂ. ഹൃദയത്തിൽ ഒരാളെ പറ്റിക്കണം, തോപ്പിക്കണം എന്നുള്ള അഭിപ്രായമൊന്നുമില്ല കേട്ടോ. വിവാഹം ഇടി മിന്നലും പോലെ ചാക്കിട്ട് പിടിച്ച പോലത്തെ വിവാഹമാണ് നടന്നത്. വിവാഹ ജീവിതത്തിൽ വലിയ ഗുണവും കിട്ടിയിട്ടില്ല, വലിയ ദോഷവും കിട്ടിയിട്ടില്ല കേട്ടോ. ഭാഗ്യരേഖ ഉണ്ട്. മക്കളെ കൊണ്ട് വിജയിക്കണം. 3 മക്കൾ കമ്മിയാകേണ്ടതാ. ജാതകത്തിൽ 2 ആണെങ്കിലും ഭാഗ്യം കിട്ടേണ്ടത് ഒരാളെ കൊണ്ട്. എത്ര ആളുണ്ടിപ്പോൾ? 2. മൂത്തത് സാധുവാ, 2ാമത്തെ വളഞ്ഞതാ. എല്ലാ കളിയും കളിപ്പിക്കോട്ടാ. എന്നാലും മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. ഭർത്താവ് എടുക്കുന്ന തൊഴിലിന് ടൈമും കൃത്യം മണിക്കൂറൊന്നുമില്ല. ഉച്ചവരെ തൊഴിലാളിയാണ്. ഉച്ച തെറ്റിക്കഴിഞ്ഞാൽ മുതലാളീൻ്റെ സ്ഥാനം. പോക്കും വരുത്തെല്ലാം കണ്ട ഹൈക്കോടതിയിൽ വക്കീൽ പോകുമ്പോലെയാണ് കേട്ടോ. എന്നാലും പോക്കെല്ലാം ഭയങ്കര. 24 മണിക്കൂറും 48 പോയിൻ്റ് കാണാൻ എടുക്കാനാ. ഒരു പോയിൻറ്റും പിടിച്ചാൽ കിട്ടൂല കേട്ടോ. എന്നാലും സ്വന്തം ഭവനത്തിൽ ഇരിക്കേണ്ട യോഗമുണ്ട്. പ്രതീക്ഷിക്കാത്ത പണമെല്ലാം വേണം മോളെ. പണാരാൻ്റെ വെട്ടിയിലും പരിപാടി മനസ്സിലാണ്. ഒരാങ്ങളെ സഹായം വേണം. ആങ്ങളുണ്ടാ? അച്ഛൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഒരാങ്ങളേനെ കൊണ്ട് കിട്ടണം. എടുത്താൽ തീരാത്ത മുതലൊന്നും കുടുംബം തന്നിട്ടില്ല. എനിക്ക് കിട്ടും എന്നുള്ള മോഹവും ഇല്ല കേട്ടോ. തന്നാൽ വാങ്ങാന്നേ ഉള്ളൂ. മൂത്തത് ആണാണെങ്കിൽ നല്ലതാണ്, പെണ്ണാണെങ്കിൽ കളിപ്പിക്കും കേട്ടോ. കടി ഉണ്ടെന്നേ ഉള്ളൂ, 4 ആൾക്ക് കാണാൻ. ഉള്ളു പൊള്ളേ, ശരീരസുഖം കുറവാണ്. എന്നാൽ രോഗത്തിലൊന്നും കടന്നു പോകൂല കേട്ടോ. ഭർത്താവ് എന്നാലും കണ്ടാൽ സാധു ആണെങ്കിലും സാധുവിന് പറഞ്ഞ ആളാ. ആരും ഭർത്താവ് എടുക്കുന്ന തൊഴിലിന് ടൈമോ കൃത്യമോ മണിക്കൂറെല്ലാം കുറവാട്ടോ. എന്നാലും ജനസഹായം ജനവിരുദ്ധമുണ്ട്. എന്നാലും എടുക്കുന്ന തൊഴിൽ പരമായിട്ട് വിജയിക്കും. ജന്മനാടെല്ലാം വിടേണ്ട യോഗം ഉണ്ടായിന്നല്ല. പോയിക്കോ? യാത്ര പോയിന ഭർത്താവ്? യാത്ര പോയിന്നും 1 നാളിൽ കൂറ കപ്പിൽ പോയ പോലില്ല. ഭാഗ്യത്തിലൊന്നും കിട്ടിയിട്ടില്ല. ഇനിയും പോകേണ്ട യോഗം ഉണ്ട് കേട്ടോ. നാട്ടിൽ നിന്നാൽ നട്ടം തിരിഞ്ഞ കളിയാ മോളെ. ഒന്നിലധികം തൊഴിൽ ചെയ്യാനും ചെയ്യിക്കാനും ഭാഗ്യമുണ്ട്. സ്വന്തം ആളെ സഹായമല്ല വരിക, അന്യ ആളെ സഹായ. കുടുംബങ്ങൾ ഒരുപാടുണ്ട്. പേരിനും പവറിനേ ഉള്ളൂ, അനുഭവത്തിലില്ല. എന്നാലും ഒരാളെ മുതലിനെ ആഗ്രഹിച്ചിട്ടില്ല, സ്നേഹത്തിനെ ആഗ്രഹിച്ചിട്ടുള്ളൂ. പൊന്ന് നഷ്ടം, പണം നഷ്ടം, ധനനഷ്ടമെല്ലാം കഴിഞ്ഞു. ചെറുത് പോയാൽ വലുത് കിട്ടുന്നുണ്ട്. ഇപ്പം വലുതുമില്ല ചെറുതുമില്ല കേട്ടോ. കാര്യം കൈവിട്ട മുതൽ കൈവിട്ട വസ്തുക്കളൊക്കെ വന്നു ചേരും. 10ൽ കവിഞ്ഞ് കിട്ടേണ്ട വിദ്യാഭ്യാസം കൊണ്ട് പവർ എടുക്കാനായിട്ടില്ല കേട്ടോ. എന്നാലും രേഖക്ക് ഭർത്താവിൻ്റെ കുടുംബത്തിൽ നമ്മളാ ചൊല്ലൊരു ദോഷം ഒലിക്ക് വന്നിട്ടില്ല കേട്ടോ. എനിക്കെല്ലാവരും വേണം, ഇന്നാർക്കും വേണ്ട എന്നുള്ള അഭിപ്രായമാണ് കേട്ടോ. എന്നാലും ഒറ്റപ്പെട്ടൊന്നും പോകൂല. വീടായി വീട്ടിൽ കൂറലൊക്കെ അടിപൊളിയായിട്ട് തന്നെ കഴിക്കും കേട്ടോ. ജനസഹായം ജനവിരുത്തൊക്കെ ഉണ്ട്. എന്നാലും രേഖക്ക് അമ്മ, അച്ഛൻ, മാമൻ 3 ആൾ ഇതുപോലെ സന്തോഷിപ്പിക്കാനായിട്ടില്ല കേട്ടോ. അച്ഛൻ മക്കൾക്ക് എന്ന് വെച്ച് സമ്പാദിച്ച് വെച്ച ആളല്ല. എന്നാൽ അച്ഛനെക്കാട്ടിയും ഭാരവും പറഞ്ഞുണ്ടായത് അമ്മക്കാണ്. മറ്റേ അമ്മ വിരുന്ന് കൊടുക്കും, വിരുന്ന് വിളമ്പും. എന്നാലും അച്ഛനാകുന്ന കാലത്ത് ജീവിക്കാൻ മറന്നുപോയ ആളാണ് കേട്ടോ. എന്നാലും അധ്വാനിച്ച് പണം ഉണ്ടാക്കുകയാണെങ്കിൽ, സമ്പാദിച്ച് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ കണ്ടാൽ പോരാ കേട്ടോ. എന്നാലും മാറ്റങ്ങളുണ്ട് മോളെ. മരണം, ദുഃഖം, കർമ്മങ്ങളെല്ലാം കുടുംബത്തിൽ കഴിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. വലുതായി വരേണ്ടതെല്ലാം ചെറുതായിട്ട് കഴിഞ്ഞിരിക്കണം. എന്നാലും കഷ്ടപ്പെട്ടു പോകില്ല. മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. കുടുംബത്തിലേക്കൊരു ചിലവ് വരുന്നുണ്ട് കേട്ടോ. വീട്ടിന് മാറ്റമുണ്ട്. ഇത് സ്വന്തം വീടാണ് നമ്മളത് അല്ല. ഇപ്പം സ്വന്തം വീട്ടിന് യോഗമുണ്ട് കേട്ടോ. ഇന്നിരിക്കുന്ന വീട് ഞങ്ങൾക്കെന്ന് പറയാനേ പറ്റും. എൻ്റെ കേട്ടോ. പ്രതീക്ഷിക്കാത്ത ഭാഗ്യമുണ്ട്. എന്നാലും എവിടെ പോയാലും കുഴങ്ങൂല. സമാധാനം കുറവാ. മരിച്ചാളെ പോക്ക് വരവൊക്കെ ഉണ്ട് കേട്ടോ. തല്ലാനും കൊല്ലാനും കൊലപ്പെടുത്താനും വരികയല്ല, സ്നേഹപ്പെട്ടും കൊണ്ട് വരിക. ഇളനീര് വെള്ളം, കരിക്ക് വെള്ളം പോകുമ്പോഴത്തേന് ആവശ്യപ്പെടുന്നു. മറക്കാതെ കൊടുക്കണം. കാര്യത്തിന് ഗുണമുണ്ട്. പെട്ടെന്നുള്ള ദുഃഖങ്ങളും വിഷമങ്ങളെല്ലാം കുടുംബത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഇനി വലിയ വിഷമങ്ങളൊന്നുമില്ല. പൊരയെല്ലായി കൂടേണ്ട യോഗമൊക്കെ ഉണ്ട്. എന്നുള്ള വിഷമം കണക്കാക്കണ്ട. മുന്നോട്ട് വിജയിച്ച് കാണുമ്പോൾ മറക്കരുത്. മുണ്ടും കൈ നോക്കണം കേട്ടോ.